ഹെബ്രായർക്കെഴുതിയ ലേഖനം 11 അധ്യായം 21 തിരുവചനം. ആസന്നമരനായ യാക്കോബ് തൻ്റെ വടി ഊന്നി നിന്നുകൊണ്ട് ജോസഫിന്റെ മക്കൾ ഓരോരുത്തരെയും വിശ്വാസപൂർവ്വം അനുഗ്രഹിച്ചു. ഇതൊന്ന് ഭാവനയെ കണ്ടേ. ആസന്നമരനായ യാക്കോബ് തൻ്റെ വടി ഊന്നി നിന്നുകൊണ്ട് ജോസഫിന്റെ മക്കൾ ഓരോരുത്തരെയും വിശ്വാസപൂർവ്വം അവിടുന്ന് അനുഗ്രഹിച്ചു. ഒരു കുടുംബത്തിൽ ദൈവത്തെ ആരാധിച്ചാൽ ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കാം. എത്ര വലിയ ജെറീക്കോ കോട്ടകൾ നമ്മുടെ കുടുംബത്തിൻ്റെ മേലുണ്ടോ, ആ ജെറീക്കോ കോട്ടകൾ തകരണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ കുടുംബം ദൈവത്തെ ആരാധിച്ചാൽ മതി. നാളുകൾക്ക് മുമ്പ് സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കുന്ന സമയത്ത് ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, എൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചതുപോലെ മറ്റൊരു കുടുംബത്തെയും ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ആ സമയത്ത് കൗതുകപൂർവ്വം സിസ്റ്ററോട് ചോദിച്ചു, എന്താ സിസ്റ്ററെ ഇത്ര വലിയ അനുഗ്രഹം സിസ്റ്ററിൻ്റെ കുടുംബത്തിൽ ലഭിച്ചത്? ഈ സമയത്ത് ഈ സിസ്റ്റർ പറയുകയാണ്, എൻ്റെ വീട് ആലപ്പുഴ ഭാഗത്താണ്. ഞാൻ ജനിച്ചു വളർന്ന സമയത്ത് എൻ്റെ കുടുംബത്തിൽ ഒരു ചെറ്റ കുടില, പുറമ്പോക്കില വീട്, സ്വന്തമായിട്ട് ഭവനം പോലും ഇല്ലാത്ത അവസ്ഥ. അപ്പൻ, അമ്മ, 4 മക്കളാണ് കുടുംബത്തിലുള്ളത്, 4 പെൺമക്കൾ. ഇതിനുശേഷം ഈ കുടുംബത്തിൽ അപ്പനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഈ സിസ്റ്റർ പറയുകയാണ്, ഓരോ ദിവസവും പ്രഭാതത്തിൽ 4:30 മണിക്ക് ഈ അപ്പനും അമ്മയും ഉണരും. അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. 5 മണിയാവുമ്പോൾ ഞങ്ങളെ വിളിച്ചുണർത്തും. ഞങ്ങളും ഈ അപ്പൻ്റെ അമ്മയുടെ കൂടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഇതിനുശേഷം ഞങ്ങളിരുന്ന് പഠിക്കും. എല്ലാ ദിവസവും രാവിലെ 6:45 ഞങ്ങൾ ഇടവ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയുണ്ട്. ഞങ്ങൾ 15 മിനിറ്റ് നടന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ചെല്ലും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പൻ, അമ്മ എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന കുടുംബം. തിരിച്ചു വരുമ്പോൾ അപ്പൻ്റെ കൂലി വേലയ്ക്കാ പോകുന്നത്. ഞങ്ങൾ 4 പേരും സ്കൂളിലേക്ക് പോകും. ഈ അപ്പൻ ഓരോ ദിവസം അധ്വാനിച്ചു കൊണ്ടുവരുന്നുകൊണ്ട് ഞങ്ങൾക്ക് അന്നം കിട്ടിയിരുന്നത്. എന്നാൽ ഞങ്ങളുടെ ചുറ്റുമുള്ള കുടുംബങ്ങളും ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഞങ്ങളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, എന്താ അന്തോണി എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന കുടുംബമല്ലേ? എന്നിട്ട് എന്താ അന്തോണിയുടെ കുടുംബത്തിൽ എന്നും ഈ കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ? എന്നാൽ ഈ സിസ്റ്റർ പറയുകയാണ്, ഈ സിസ്റ്റർ 10ാം ക്ലാസ് കഴിഞ്ഞു, ദൈവവിളി സ്വീകരിച്ചു, സിസ്റ്ററാവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. ഇതിനുശേഷം 3 അനിയത്തിമാരുണ്ട്. ഈ 3 അനിയത്തിമാരെ കുറിച്ച് സിസ്റ്റർ പറയുക, അപ്പൻ കഷ്ടപ്പെട്ട് തന്നെയാ 3 പേരെയും നേഴ്സിംഗ് പഠിപ്പിച്ചു. 3 പേരും നേഴ്സുമാരായി. ഇന്ന് 3 നേഴ്സുമാരായ സഹോദരിമാരെ കുറിച്ച് പറയുക, അവരൊക്കെ വിവാഹം കഴിഞ്ഞു. ലോകത്തിൻ്റെ 3 ദിക്കുകളായി ഈ സഹോദരിമാരുണ്ട്. ഈ സിസ്റ്ററുടെ തൊട്ടു താഴെയുള്ള അനിയത്തി ഇന്ന് അമേരിക്കയിലെ ഹ്യൂസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അതിൻ്റെ തൊട്ടു താഴെയുള്ള അനിയത്തി ജർമ്മനിയിലാണ് ജോലി ചെയ്യുന്നത്. അതിൻ്റെ തൊട്ടു താഴെയുള്ള അനിയത്തി UK ജോലി ചെയ്യുന്നത്. അവർക്കൊക്കെ ജീവിത പങ്കാളിയായി കിട്ടിയതോ നല്ല ദൈവാനുഗ്രഹമുള്ള ജീവിത പങ്കാളികൾ. ജീസസ് യൂത്തിലൊക്കെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളെയാണ് ജീവിത പങ്കാളിയായി കിട്ടിയത്. ഈ അപ്പനും അമ്മയെക്കുറിച്ച് പറയുകയാണ്, 6 മാസം അമേരിക്ക, 6 മാസം UK, 6 മാസം ജർമ്മനി, വല്ലപ്പോഴൊക്കെ നാട്ടിൽ വരും. ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ 3 നില വീടുള്ളത് ഞങ്ങൾക്ക് മാത്രമാണ്. ഈ എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന ഈ സിസ്റ്ററാകട്ടെ ആ സന്യാസ സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറലാണ്. ഓർത്തു നോക്കിയേ, ദൈവം ഏതവസ്ഥയിൽ നിന്ന് ഈ കുടുംബത്തെ പൊക്കിക്കൊണ്ട് വന്നേ. ദൈവത്തെ ആരാധിക്കുന്ന കുടുംബങ്ങൾ, അവിടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് പുറപ്പാടിൻ്റെ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. അപ്പോൾ നിന്റെ ഭക്ഷണവും പാനീയവും അവിടെ ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭചിത്രമോ വന്ധ്യതയോ നിങ്ങളുടെ ദേശത്ത് ഉണ്ടാവുകയില്ല. ദൈവത്തെ ആരാധിക്കുന്ന കുടുംബങ്ങൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട കുടുംബങ്ങളാണ്. എൻ്റെ കുടുംബം ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബമായി തീരട്ടെ.